പിണറായി വിജയൻ്റെ മകൻ, അദ്ദേഹത്തിന് വളരെ അഭിമാനത്തോടെയും വളരെ ആർജവത്തോടെയും വന്ന് പറയാവുന്ന വസ്തുതയാണ് ഇവിടെ ഉള്ളത്. ഞാൻ കണ്ണൂരുകാരനാണ്. പിണറായി വിജയൻ്റെ നാടായുള്ള പിണറായി എന്നൊരു അല്പം അധികം ദൂരമില്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ കണ്ണൂരിലെ CPM-കാരുടെ ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പതിവ് രീതിയായിരിക്കും. പക്ഷേ കണ്ണൂരിലെ CPM-കാർ കുറെ കൂടെ കുടുംബങ്ങളൊക്കെ തമ്മിൽ ഇഴയെടുപ്പുള്ള ആളുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അവിടെ കുറേ കാലം റിപ്പോർട്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചാണല്ലോ. അപ്പം അതിനകത്തുള്ള ബന്ധുക്കളുടെ കല്യാണങ്ങൾ അത്രയൊക്കെ വരും. എല്ലാ പാർട്ടിക്കാരും അവരുടെ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത മക്കളും ഒക്കെ വരും. ഈ ചെറുപ്പക്കാരൻ അവിടെ എവിടെയും കാണില്ല. അയാൾ മുഖ്യമന്ത്രിയോട് ശരിയാണ്, അയാളുടെ പണിയുമായിട്ട് വേറെ എവിടെയോ നിൽക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ED സമൻസ് എന്ന് പറയുന്നത് ഇയാളെ പിടിക്കണമല്ലോ. അപ്പോൾ ED ഈ 2 മക്കളുണ്ട്, അപ്പോൾ 2 പേരുടെ പേരിൽ എഴുതിക്കോ, ചീട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ED എഴുതി വെച്ചൊരു പേപ്പർ ആയിരിക്കാനാണ് സാധ്യത. ഇത് എന്താണ് ഈ വാർത്ത എന്നത് വളരെ എവിഡൻ്റ് ആണ്. എന്താണ് ആ വാർത്ത? ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാ വരുന്നു EDയുടെയൊക്കെ യാതൊരു ബേസും ഇല്ലാത്ത ഈ സംഗതികൾ ഇങ്ങനെ വരികയാണ്. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫലം ഇതുകൂടെ പറഞ്ഞു നിർത്താം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫലം എന്താണ് ഹർഷ? പിണറായി വിജയൻ ഈസ് ദ ന്യൂ VS അച്യുതാനന്ദൻ എന്ന ലെവലിലേക്ക് മൂപ്പര് എത്തിക്കും. ഇങ്ങനെ ഓരോ സംഗതികൾ വരുമ്പോഴും ഈ പിണറായി വിജയൻ്റെ ഇമേജ് കൂടുക എന്നതല്ലാതെ കുറയില്ല. ഹർഷ നോക്കുള്ളൂ. കാരണം ഈ ലാവിൻ കേസ്, ഈ ഈന്തപ്പഴ കേസ്, ഈ സ്വർണ്ണക്കടത്ത് കേസ്, ഇതെല്ലാം ചേർന്നല്ലേ ഇദ്ദേഹം 2 തെരഞ്ഞെടുപ്പ് കടന്നിങ്ങ് പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് 100 ആളായിട്ട് ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹം തന്നെ പറയും പ്രകാരം എന്തെങ്കിലും ദോഷം ഉണ്ടായോ? റിയൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഈ സർക്കാരിൻ്റെ മുൻഗണനയില്ലായ്മകൾ പ്രശ്നങ്ങൾ, ഈ ശബരിമലയിലെ സ്വർണ്ണത്തിൽ അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്, ഇത്തരം ജനുവിനായിട്ടുള്ള കാര്യങ്ങളിൽ പിടിച്ചു പോകാതെ എല്ലാ കാലത്തും പരാജയം മാത്രം ഏറ്റുവാങ്ങി, അതിപ്പോൾ നിയമപരമായിട്ട് കോടതിയിലാണെങ്കിലും രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ കോടതിയിലാണെങ്കിലും അടിച്ചടിച്ച് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ഈ പരിപാടികളിൽ നിന്ന്, അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്താനുള്ള പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്നതിൽ പിൻവാങ്ങാണ് വേണ്ടത്. ഇപ്പം പിണറായി വിജയൻ പറയാമല്ലോ, ഈ രാജ്യത്ത് എത്രമാത്രം മുഖ്യമന്ത്രിമാരുണ്ട്? BJPയുടെയും കോൺഗ്രസിൻ്റെയും മറ്റിതര കക്ഷികൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. അവരുടെ എല്ലാം മക്കൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്നും കോൺഗ്രസ് നേതാക്കളുടെ അടക്കം കണക്കെടുത്തിട്ട് CPM-മാർ വന്നാൽ എന്ത് ചെയ്യും? അതാണോ പിണറായി വിജയൻ്റെ മകൻ്റെ സ്ഥിതി? പിണറായി വിജയൻ അതൊന്ന് പറയാവുന്ന, നിങ്ങൾ എങ്ങനെ നോക്കിയാലും എൻ്റെ മകനെ ഒന്നും കിട്ടില്ല എന്ന് പറയാവുന്ന നിലക്കാണ് അയാൾ പണിയെടുക്കുന്നത്. അയാൾ ശരിയാണ്. നമുക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് നോക്കിയാൽ ഈ പ്രശ്നം വരുന്നതിന് മുമ്പേ നമുക്കറിയാം. ഹർഷൻ അറിയാവുന്ന കാര്യമുണ്ടല്ലോ, അയാൾ മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പോയാൽ, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയാൽ പോലും മുഖ്യമന്ത്രി വന്ന് കാണുന്ന ആളല്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന ക്ലിഫ് ഹൗസിലേക്ക് വന്നു പോവുകയോ ഈ അധികാരത്തിൻ്റെ അയാളുടെ പണി ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള നിലയിലുള്ള ആളാണെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ മാത്രമുള്ള കാര്യമുണ്ട്. കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടത്, KC വേണുഗോപാൽ പോലെ നല്ല അനുഭവ പരിചയമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മറ്റു വല്ല വിഷയങ്ങളും പിടിക്കുന്നതാണെന്നാൽ ഈ SNC ലാലിൻ ലൈഫ് അനിലക്കരയൊക്കെ പറയുന്ന കേട്ടൊന്ന് ചാടരുതെന്നാണ് എനിക്ക് അവരോട് അനിലക്കര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്തെഴുതിയിരിക്കുകയാണ്. അടിയന്തരമായി ഈ പിണറായി വിജയന്റെ മകനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ രസകരമായ കാര്യം, റിപ്പോർട്ടർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ മനസ്സിലായത് PMLA ആക്ട് പ്രകാരമുള്ള ഒരു കത്ത് എന്നുള്ള ഒരു സമൻസ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ കരുതി ഇത് ലൈഫാണെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്ത ഒരു കേസ്, അതായത് ലൈഫ് ആണോ അറിയില്ല. അപ്പൊ മാതൃഭൂമി പറയുന്നത് അല്ല, ലൈഫല്ല, ഇത് ലാവ്ലിനാണ്. ഇതാണ് അവസ്ഥ. അങ്ങനെയുള്ള ഒരു കേസിലാണ് ഈ അനിലക്കര എടുത്തു ചാടിയിട്ട് ഇത് മകനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത്. അനിലക്കരയ്ക്ക് പിന്നാലെ എന്തായാലും ഈ സനീഷ് പറഞ്ഞതുപോലെ KC വേണുഗോപാൽ പോയി കൂടാ, കുറെ കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇവിടെ ഉന്നയിക്കാൻ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. ഞാനതാണ് ഈ പണി തുടങ്ങിയ കാലത്ത് SNC ലാവ്ലിൻ വിവാദങ്ങളും വസ്തുതകളും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ഒരു ഡോക്യുമെന്ററി മട്ടിൽ ഒരു ഇത് ചെയ്തിരുന്നു, ഒരു സ്റ്റോറി വിശദമായി സുദീർഘമായി അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ആ മട്ടിൽ. അപ്പോൾ അതിനകത്ത് SNC ലാവ്ലിൻ എന്ന ആരോപണം എന്തുകൊണ്ട് നിൽക്കില്ല എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിലയിരുത്തലും അന്നത്തെ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിലാണ് കേട്ടോ ഇത് സംബന്ധിച്ചുള്ള. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 50-ലേറെ ചർച്ച SNC ലാവ്ലിനിൽ മാത്രം നടത്തിയിട്ടുണ്ടാവും, ഈ പ്രൈം ടൈം ഡിബേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഏതാണ്ട് അതിൽ തന്നെ ഏതാണ്ട് 95% EDയുടെയൊക്കെ കേസുകളുടെ എണ്ണം കണക്ക് പറയുന്നത് പോലെ 95% ഏതാണ്ട് സമ്പൂർണ്ണമായും വൃത്തങ്ങളുടെ സൂചനയിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പലതാവർത്തി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. CBI വൃത്തങ്ങളുടെ സൂചനയാണ്, ED വൃത്തങ്ങളൊന്നും വന്നിട്ടില്ല. CBI വൃത്തങ്ങളുടെ സൂചനയിലാണ്. വസ്തുതയെ മുൻനിർത്തിയുള്ള ചർച്ചകൾ താരതമ്യേന കുറവായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഈ ആരോപണത്തെ നിസ്സാരമായി തന്നെ ഒരുപക്ഷെ അതിജീവിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, അതിനെ അദ്ദേഹം ഈ മട്ടിൽ പരിഹസിച്ച് തള്ളുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ അന്നത്തെ CBI എന്ന മട്ടിൽ CBIയുടെ കൺവിക്ഷൻ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് കേട്ടോ. പക്ഷേ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് വരുമ്പോൾ എന്താണ് പ്രശ്നം സനീഷ്? ഇത് ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം ഈ മലയാള മനോരമയിൽ വന്ന വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെ സടകുടഞ്ഞെണീറ്റു. മനോരമ തന്നെ ആ വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. പക്ഷേ അങ്ങനെ ആണോ എല്ലാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാർത്തകളും മനോരമയിൽ നമ്മൾ വായിക്കാറ്, അതിന്റെ എഡിറ്റോറിയലിൽ വായിക്കാറ്, എഡിറ്റോറിയൽ പേജിൽ വായിക്കാറ്, ഉൾപേജുകളിലെ അതിന്റെ വിവിധ റിപ്പോർട്ടുകളിൽ വായിക്കാറ് എന്ന് നമ്മൾ നോക്കിയാൽ
ഇതിലെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. അതായത് ആദ്യം ഇത് ലൈഫ് പദ്ധതിയാണ്. അതായത് ഇത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ആ ലേഖകൻ തന്നെ വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വാർത്ത പോട്ടെ, പക്ഷേ അതൊരു 2-3 ദിവസം കൂടി കാത്തിരുന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം ആ വാർത്ത പോകുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ മാധ്യമങ്ങളുടെയൊക്കെ പൊതുനിലപാട് നമുക്കറിയാം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ ധാരാളമായി വരും, ഇത്തരം കണ്ടെത്തലുകൾ ധാരാളമായി വരും. അത് വരേണ്ടതാണ്, അത് ചർച്ച ചെയ്യപ്പെട്ടെ. കേരളത്തിന്റെ സ്വഭാവം അതാണ്. അതിന്റെ നെല്ലും പതിരും വേർതിരിക്കാൻ ഇനിയിപ്പം ഇതിപ്പോൾ 25 വർഷം അടുത്തായി ഈ ചർച്ച നടക്കുന്നു. അത് കഴിഞ്ഞും ആ ചർച്ച നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. നടന്നോട്ടെ. രാഷ്ട്രീയം അതിന് ആ നിലയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സജീവമാകുന്നത് ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിലെ പ്രശ്നം, അതിൽ മാധ്യമങ്ങൾ പക്ഷം പിടിക്കാറുമുണ്ട്. കേരളത്തിൽ എല്ലാ കാലത്തും മാധ്യമങ്ങൾ പക്ഷം പിടിക്കാറുണ്ട്. എൻ്റെ പ്രശ്നം 2014 ശേഷം 121 കേസുകളാണെന്ന് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരെ മാത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 95% പ്രതിപക്ഷ, അതായത് അതിലെ 95%, കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 1% താഴെയാണ്. ഈ പറയുന്ന 95% വരുന്ന മൊത്തം കേസുകളുടെ 95% വരുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും എടുത്ത കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 1% താഴെയാണ്. അപ്പോൾ ഈ 1% താഴെ നിൽക്കുന്ന ഈ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് എന്താണ് പറയുന്നതെന്ന് അറിയോ? കോൺഗ്രസ് എന്താണ് പറയുന്നത്? ഓപ്പോസിഷനെ ടാർഗറ്റ് ചെയ്യുകയാണ്. അത് കോൺഗ്രസിന്റെ പ്രയോഗം തന്നെയാണ്. മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അതായത് ഒപ്പോസിഷൻ ടാർഗറ്റ് എന്ന പ്രയോഗം തന്നെയാണ് കോൺഗ്രസ് ഇതേക്കുറിച്ച് നടത്തുന്നത്. അപ്പം എൻ്റെ സംശയം കോൺഗ്രസ് വിശദീകരിക്കേണ്ടതാണ്. ഈ 95% വെളിയിൽ വരുന്ന 5%-ലാണോ ഇത് ഉൾപ്പെടുക? ഈ 95% ഒപ്പോസിഷൻ ടാർഗറ്റ് ആണെങ്കിൽ ഈ കേസ് എവിടെയാണ് ഉൾപ്പെടുക? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നോട്ടീസുകൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ, ഇത് KT ജലീലിനെതിരെ പച്ച തൊട്ടില്ല, തോമസ് ഐസക്കിനെതിരെ പച്ച തൊട്ടില്ല, ഈ അതെ സമൻസ് തന്നെ പിൻവലിച്ചോടി. അപ്പൊ ഈ രീതിയിൽ അയക്കുന്ന സമൻസുകളും കേസുകളും ഒക്കെ ഏത് ഗണത്തിൽപ്പെടും? ഇത് കോൺഗ്രസ് വിശദീകരിക്കണം. കാരണം ഈ വസ്തുതയെ മുൻനിർത്തി വേണമല്ലോ. എന്തെങ്കിലും ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ആയുധം കിട്ടിയാൽ അവരൊരു സമൻസ് അയച്ചു എന്നുള്ളത് ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു എന്താണ് കൂടുതൽ ഏതെങ്കിലും തരത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത വണ്ണം ഒരു കടലാസ് കിട്ടിയാൽ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്നത് കോൺഗ്രസിന് ശരിയല്ല. അതിന് കാരണം ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താണെന്നറിയാമോ? ഈ BJP-യും കോൺഗ്രസും തമ്മിലുള്ള, BJP-യും CPI-എമ്മും തമ്മിലുള്ള ധാരണയാണ് കണ്ടത്. അതുകൊണ്ടാണ് അമിത്ഷായെയും മോദിയെയും ഒക്കെ രാത്രിയിൽ തലയിൽ തുണിയിട്ട് പോയി കണ്ടത് എന്ന് KC വേണുഗോപാൽ അടക്കമാണ് ആരോപിക്കുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം, നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റ് കോൺഗ്രസ് നേതാക്കളായ ഡയറക്ടർമാർ എല്ലാവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. അതിന്റെ തുടർ നടപടികളിലേക്കൊക്കെ പോകുന്ന ഒരു സൂചനയുണ്ടായി. പക്ഷേ ഇപ്പം പെൻഡിംഗ് ആണ് കേസ്. ഇനി INX മീഡിയ കേസ്, P. ചിദംബരം മുൻ ഫിനാൻസ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകൻ കാർത്തി ചിദംബരം കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് 2018 അന്വേഷണം ആരംഭിച്ച് നോട്ടീസ് കൊടുത്തു, ക്വസ്റ്റനിങ് നടന്നു. ഇപ്പോൾ അത് സ്റ്റാലഡാണ്, അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ആ കേസ് നിർത്തിവെച്ചിരിക്കുകയാണ്. എയർസെൽ മാക്സിസ് കേസ് 2006 കേസാണ്. P. ചിദംബരം, കാർത്തി ചിദംബരം 2017 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുക്കുന്നത്. സെർച്ചുകൾ നടന്നു. പിന്നീട് ഫർദർ ആക്ഷൻ ഇല്ല, നിന്നുപോയി. അപ്പൊ 2017 തുടങ്ങിയതാണല്ലോ, അപ്പൊ നിന്നുപോയി. ഇനിയുണ്ട് കേസ്, ഞാൻ നിർത്തത്തില്ല. കേസുണ്ട്. ഭൂപേന്ദർ സിംഗ് ഹൂഡ, നമ്മുടെ ഹരിയാനയിലെ ഭൂപേന്ദർ സിംഗ് ഹൂഡയ്ക്കും കുൽദീപ് സിംഗിനും എതിരെയുള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചത്, ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, പൂർണ്ണമായി നിന്നിരിക്കുന്ന അവസ്ഥയാണ്. IBCL കേസ്, അജയ് സിംഗിനെതിരെ, മുൻ MP അജയ് സിംഗിനെതിരെയുള്ള കേസ്. ഇത് പറഞ്ഞ സമയം തരില്ല കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്, നിന്നിരിക്കുക. ഇവരെല്ലാം കോൺഗ്രസ് അടിയന്തരമായി പുറത്താക്കണം. കാരണം BJP-യുമായി ധാരണയിൽ ഈ കേസുകൾ ഇങ്ങനെ നിന്നിരിക്കുകയാണല്ലോ. ഈ കേസിന്റെ മുന്നോട്ട് പോകില്ല. ഇനിയിപ്പോ മരുമക്കളുടെ കേസിനെ കുറിച്ച് പറഞ്ഞാൽ റോബർട്ട് വദ്രയ്ക്കെതിരെയുള്ള കേസ്, ഇത് കംപ്ലീറ്റ് ബിക്കാനീർ ലാൻഡ് ഡീൽ കേസ്, ഇതെല്ലാം ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോകാതെ ഇവരാരും ജയിലിൽ പോകാതിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഈ കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും തമ്മിലുള്ള ധാരണയാണ് എന്ന് ഞാൻ ആരോപിച്ചാൽ എങ്ങനെ ഇരിക്കും? അബ്സർഡ് ആയിട്ടുള്ള ആരോപണങ്ങളിലേക്കൊന്നും പോകാതെ വേറെ വല്ല ഗൗരവം പറഞ്ഞു തീർത്ത്. അതായത് 2017 ഓഗസ്റ്റ് 23 ലാവ്ലിൻ കേസിൽ ഹൈക്കോടതി വിധി വരുന്നത്. പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കൊണ്ടുള്ള ഈ അന്തിമമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് 2017 ഓഗസ്റ്റ് 23 അന്ന് ഹർഷൻ ഓർമ്മയുണ്ടാവും. അന്ന് മഹാമാധ്യമങ്ങളും മഹാനേതാക്കളും ചേർന്ന് തന്നെ അതിൻ്റെ പിന്നാലെ നടന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശദമായിട്ടൊരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ 202 പേജുള്ള വിധി പ്രസ്താവമായിരുന്നു അത്, 202 പേജ്. അപ്പോൾ അതിന് മുമ്പുള്ള 20 വർഷക്കാലം, ഈ അന്തിമമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന 20 വർഷക്കാലം SNC ലാവ്ലിൻ കേസിൻ്റെ കാലമായിരുന്നു. ഇപ്പം ഞാൻ ഹർഷൻ 50 ആണെങ്കിൽ ഞാൻ 100 ചർച്ച നടത്തിയിട്ടുണ്ട്. 100 ചർച്ചയിൽ 95 അല്ലെങ്കിൽ 90% ചർച്ചകളും പിണറായി വിജയന് എതിരായിട്ടുള്ള സ്റ്റാൻഡ് എന്ന ചർച്ച നടത്തി. ഒരു തരത്തിലും പഴുതുകളില്ലാത്ത വിധമുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണം, രാഷ്ട്രീയമായിട്ടുള്ള സ്ക്രൂട്ടിനി ചെയ്യൽ, അതിസൂക്ഷ്മ വിവരങ്ങൾ,
അതിസൂക്ഷ്മമായുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഏറ്റവും നിസ്സാരരായിട്ടുള്ള ആളുകളെ പോലും കൊണ്ടുവന്നിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിലോ രാജ്യത്ത് തന്നെയോ നടന്നിട്ടില്ലാത്തത്രക്ക് നിശിതമായിട്ടുള്ള സ്ക്രൂട്ടിനി എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന സംഗതി നടന്നതാണ് ഈ SNC ലാവ്ലിൻ കേസിൽ. 2017 202 പേജ് വരുന്ന വിധി പ്രസ്താവം 23-ാം തീയതി വന്നു. ഓഗസ്റ്റ് 23-ാം തീയതി. പിണറായി വിജയനടക്കം ഒരു തെളിവുമില്ല. പ്രാഥമിക പ്രൈമ ഫേസി ഒരു കേസ് കൊണ്ടുവരാൻ ഈ ഹൈക്കോടതിക്ക് സാധിച്ചിട്ടില്ല, അല്ല സോറി CBIക്ക് സാധിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതി ഖണ്ഡിതമായിട്ട് വിധിച്ചു. പിന്നെ ഇപ്പോഴും ഇവർ ലാവ്ലിൻ കേസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഈ കേസ് എതിരായിട്ട് CBI സുപ്രീം കോടതി കൊടുത്താണ്. അത് സുപ്രീം കോടതി എടുക്കാത്തത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊരു കാര്യമില്ല എന്നതുകൊണ്ടാണ്. ഈ പറഞ്ഞ കേസുകളെല്ലാം ഇല്ല. ഞാനെന്റെ തീർക്കട്ടെ. അപ്പൊ ഇതാണ് ലാവ്ലിൻ കേസിന്റെ സ്ഥിതി. മകളാകട്ടെ അടുത്ത കാലത്ത് നിരന്തരം വാർത്തകൾ ഉണ്ടായിരുന്നു. പറഞ്ഞത് TV ണക്കെതിരെ ഉയർന്ന കടുത്ത അഴിമതി ആരോപണങ്ങളിലൊന്ന് അതിനിശ്ചിത വിമർശനത്തോടെയാണ് സുപ്രീം കോടതി ഇക്കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞത്. രാഷ്ട്രീയ പോരാട്ടത്തിന് കോടതി ഉപയോഗിക്കരുത് എന്നായിരുന്നു ഹർജിക്കാരനായ മാത്യു കുഴനാടൻ MLA സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പറഞ്ഞത്. വീണ്ടും ആരോപണം ഉന്നയിക്കാൻ നോക്കിയപ്പോൾ പിഴ ചുമത്തിവിടും എന്ന് വരെ കോടതി താക്കീത് ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ എവിടെ നിന്നോ ഒരു സമൻസ് പൊട്ടിവീഴുന്നതും മറ്റൊരു MLA പ്രതിപക്ഷ ആരോപണം തൊടുക്കുന്നതും. മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കട്ടെ, തെളിവുകൾ നിരത്താനുണ്ടെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിച്ചോട്ടെ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു നേതാവും അതെല്ലാം പ്രതീക്ഷിക്കണം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും കുടുംബത്തിനും മക്കൾക്കുമെതിരെ ഈ വിധം കടുത്ത ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാതെ നിരന്തരം തൊടുക്കുന്നതിൽ അന്യായമുണ്ട് എന്ന് RDS കരുതുന്നു.